അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 51 സങ്കീർത്തനം 11 വാക്യം നമുക്ക് വായിക്കാം. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കയുമരുതേ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. തൻ്റെ കണ്ണിന് താൻ ചെറുതായി തോന്നിയിട്ടും ദൈവത്തിന് ശൗലിനോട് കരുണ തോന്നി അവനെ ഇസ്രയേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്തു. ഒരു സംഘാടകനോ ജ്ഞാനിയോ യുദ്ധവീരനോ ഒന്നുമല്ലായിരുന്നു കീശിൻ്റെ മകനായ ശൗൽ. എന്തിനേറെ തൻ്റെ അപ്പൻ്റെ ഒരു കഴുതയെ കാണാതായിട്ട് അതിനന്വേഷിക്കുവാൻ അവൻ്റെ അപ്പൻ നിയോഗിച്ചെങ്കിലും 3 ദിവസം അന്വേഷിച്ചിട്ടും ഒരു കഴുതയെ കണ്ടുപിടിക്കുവാൻ കഴിവില്ലാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശൗൽ. ഒരു കഴിവും ഇല്ലാതിരുന്നിട്ടും യഹോവ ശമൂവേലിനോട് പറഞ്ഞു ശൗലിനെ ഇസ്രയേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യുവാൻ. ചില നന്മകൾ നമുക്ക് നഷ്ടമാകുന്നതും അത് തിരികെ പ്രാപിക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നതും നമ്മെ ദൈവത്തെങ്കിലേക്ക് അടുക്കുമാറാക്കുമെന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വിചാരങ്ങൾ വളരെയാണെന്ന് നാം മനസ്സിലാക്കി ദൈവത്തിന് മഹത്വം കൊടുക്കണം. ശൗലിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ചിന്തയെക്കുറിച്ച് ശൗലിൻ്റെ അപ്പൻ അറിഞ്ഞിരുന്നില്ല, ശൗലിൻ്റെ ബാല്യക്കാരൻ അറിഞ്ഞില്ല. എന്തിനേറെ ശൗൽ പോലും അറിയുന്നതിന് മുന്നമേ ദൈവം ശമൂവേലിനെ അറിയിച്ചു. അത് നമ്മെക്കുറിച്ച് ദൈവം മറ്റു പലരോടും സംസാരിക്കുന്നുണ്ട്. നാം പല വിഷയങ്ങൾക്കും പ്രാർത്ഥിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവം നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാനായി അവൻ്റെ സമയത്തിനായി കാത്തിരിക്കുകയാണെന്ന് നാം ഓർക്കണം. പലപ്പോഴും നാം ക്ഷീണിച്ച് മടുക്കുവാനിടയുള്ളതിനാലാണ് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിനെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ലേഖനങ്ങളിൽ കൂടി നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നത്. ശൗലിനെ ദൈവം ഇസ്രയേലിനെ രാജാവാക്കുവാൻ തിരഞ്ഞെടുപ്പിന് ഒരു യോഗ്യതയും ആവശ്യമില്ലായിരുന്നു. സൗജന്യമായി ദൈവം ശൗലിനോട് കരുണ കാണിച്ചവനെ ഇസ്രയേലിന് രാജാവാക്കി. എന്നാൽ ശൗൽ രാജാവായതിനു ശേഷം ദൈവം ശൗലിനെ ടെസ്റ്റ് ചെയ്തു. അവൻ വിശ്വസ്തൻ ആകുന്നുവോ എന്നറിയുവാനുള്ള ടെസ്റ്റായിരുന്നു അത്. ശൗൽ അതിൽ വിജയിക്കണമായിരുന്നു. ശമൂവേൽ വരുന്നതുവരെ ശൗൽ 7 ദിവസം കാത്തിരിക്കണമായിരുന്നു. എന്നാൽ 7-ാം ദിവസം ശമൂവേൽ വരുവാൻ താമസിക്കുന്നു എന്ന് കണ്ട് ശമൂവേൽ ചെയ്യേണ്ടിയിരുന്ന യാഗം ശൗൽ തന്നെ ചെയ്തു. അത് ദൈവം വെറുക്കുന്ന പാപമായിരുന്നു. അതുപോലെ തന്നെ അമാലേക്കിൻ്റെ ഓർമ്മയെ ആകാശത്തിന് കീഴിൽ നിന്നും മായ്ച്ചു കളയണം എന്ന് യഹോവ ശമൂവേൽ മുഖാന്തരം ശൗലിനെ അറിയിച്ചു. കാരണം ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്തേക്ക് വരുമ്പോൾ അവർ ക്ഷീണിച്ചും വിശന്നും ഇരിക്കുമ്പോൾ അമാലേക്ക് ഇസ്രായേൽ ജനത്തിൻ്റെ പുറകിൽ കൂടി വന്ന് ക്ഷീണിച്ചിരുന്ന വൃദ്ധന്മാരെയും ഗർഭിണികളെയും കുഞ്ഞുങ്ങളെയും കൊന്നുകളഞ്ഞു. എന്നാൽ ദൈവം അന്ന് മരിച്ചുപോയ ഇസ്രായേൽ മക്കൾ മരിക്കാതാക്കുവാൻ തയ്യാറായില്ല. എന്നാൽ അമാലേക്ക് തൻ്റെ ജനമായ ഇസ്രായേൽ മക്കൾ ഉപദ്രവിച്ചത് യഹോവ അന്ന് കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചില പ്രതികൂലങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ആ സമയത്ത് ദൈവം ചിലപ്പോഴെങ്കിലും നിശബ്ദനായിരിക്കും. അതിന് കാരണം ദൈവത്തിൻ്റെ ദീർഘക്ഷമയാണെന്ന് നാം മനസ്സിലാക്കണം. ദൈവം നമ്മോട് ദീർഘക്ഷമ കാണിച്ചില്ലായിരുന്നുവെങ്കിൽ നാം എവിടെ എത്തുമായിരുന്നു എന്ന് ഒന്ന് ചിന്തിച്ചാൽ, നമ്മെ ദ്രോഹിക്കുന്നവരെ ദൈവം ശിക്ഷിക്കാത്തതിന് നാം ദൈവത്തിൻ്റെ ദീർഘക്ഷമയ്ക്കായി ദൈവത്തെ സ്തുതിക്കും. ശത്രുക്കളെ സ്നേഹിക്കണം എന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചതിൻ്റെ കാരണം ദൈവം സകല മനുഷ്യരോടും ദയാലുവും സകല മനുഷ്യരോടും ദീർഘക്ഷമ കാണിക്കുന്നവനുമാകയാലാണ്. ആ കാര്യം നാം എപ്പോഴും ഓർക്കണം. എന്നാൽ ശൗലിനോട് അമാലേക്കിനെ നശിപ്പിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചത് ആ ജനത്തിന് മാനസാന്തരപ്പെടുവാൻ വർഷങ്ങളോളം സമയം കൊടുത്തിട്ടും അവർ മാനസാന്തരപ്പെട്ടില്ല എന്നതിനാലാണ്. എന്നാൽ മത്സരികളും കൊലയാളികളുമായ അമാലേക്കിനെ ശൗൽ നശിപ്പിച്ചില്ല. അവരുടെ ആടുമാടുകളെ കൊന്നുകളയണം, അവരുടെ രാജാവിനെ കൊന്നുകളയണം, അവർക്കുള്ള യാതൊന്നിനെയും ശേഷിപ്പിക്കരുത് എന്നാണ് ശൗലിനെ കൊടുത്ത ദൈവകൽപ്പന. കാരണം ആ കാലത്ത് അമാലേക്ക് ഭൂമിയിലെ അനേക സാധുക്കളെ നശിപ്പിക്കുമായിരുന്നു. കാലാകാലങ്ങളിൽ നശീകരണ പ്രവൃത്തി ചെയ്ത് മനുഷ്യരുടെ ഇടയിൽ ഭീതി പരത്തുന്ന വ്യക്തികളെയും രാജ്യങ്ങളെയും ദൈവം ന്യായം വിധിച്ചിട്ടുണ്ട്. കാരണം ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. ദൈവം വേണം പ്രതിസന്ധിയിലായിരിക്കുന്ന ജനത്തിന് രക്ഷ കൊടുക്കുവാൻ. അങ്ങനെ രക്ഷ കൊടുക്കുവാൻ ചില രാജ്യങ്ങളെയും വ്യക്തികളെയും ദൈവത്തിന് ന്യായം വിധിക്കേണ്ടി വരും. എന്നാൽ ദൈവം കൽപ്പിച്ചിട്ടും ശൗൽ ആഗാഗ് എന്ന
അമാലേക്ക് രാജാവിനെ ജീവനോടെ സൂക്ഷിച്ചു. ആടുമാടുകളെ കൊന്നുകളയണമെന്ന് കൽപ്പന ലംഘിച്ച് അവയെ ജീവനോടെ സൂക്ഷിച്ചു. ഇതെല്ലാം ദൈവം വെറുക്കുന്ന പാപം തന്നെയായിരുന്നു. ഈ കാരണങ്ങളാൽ ദൈവം ശൗലിനെ ഇസ്രയേൽ രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞു. ശൗലിനെ രാജാവായി വാഴിച്ച ദൈവത്തിൻ്റെ ദാസനായ ശമൂവേലിൻ്റെ അങ്കിയുടെ വിളുമ്പിൽ പിടിച്ച് വലിച്ച് ശൗൽ കീറിക്കളഞ്ഞു. ദൈവത്തിൻ്റെ ദാസനെ അപ്രകാരം അപമാനിച്ചു. ശൗലിന് പകരം അഭിഷേകം ചെയ്ത ദാവീദിനെ കൊല്ലുവാൻ അന്വേഷിച്ചു. ദൈവം വെറുക്കുന്ന വലിയ പാപങ്ങൾ ശൗൽ ചെയ്തു. ഒടുവിൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുപോയി. ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. ദൈവാത്മാവ് ഉള്ളിടത്ത് ദുരാത്മാവ് ഉള്ള സ്ഥലത്ത് ദൈവാത്മാവോ വരികയില്ല. ഒരു വ്യക്തിയിൽ പാപമുണ്ടെങ്കിൽ അവനിൽ ദുരാത്മാവ് വിളിക്കാതെ തന്നെ കടന്നു വരും. ആരെത്ര പ്രാർത്ഥിച്ചാലും ആ ദുരാത്മാവ് അവനെ വിട്ടു പോവുകയില്ല. തൽക്കാലത്തേക്ക് പോകുമായിരിക്കും. എന്നാൽ ആ വ്യക്തി തൻ്റെ പാപം ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ചാൽ ദുരാത്മാവിന് പിന്നെ അവനിൽ കയറുവാൻ സാധിക്കുകയില്ല. നീക്കുപോക്കില്ലാത്ത വിധം ദുരാത്മാവ് ശൗലിനെ ബാധിച്ചു. ശൗലിൽ ദുരാത്മാവ് പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട ദാവീദ് തൻ്റെ പാപത്തിൻ്റെ ഫലവുമായി തന്നിലുള്ള പരിശുദ്ധാത്മാവിനെ എടുക്കരുതേ എന്ന് നിലവിളിക്കുകയാണ്. 23-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ ദാവീദ് 51-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ നിലവിളിക്കുകയാണ്, നിന്റെ സന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുതേ എന്ന്. തൻ്റെ പാപം തൻ്റെ രക്ഷയുടെ സന്തോഷത്തെ തകർത്തു. ദൈവസാന്നിധ്യം തകർത്തു. താൻ തീർത്തും ദൈവത്തിൽ നിന്നും അകന്നുപോയി എന്ന് ദാവീദിന് മനസ്സിലായി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ദൈവവചനം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള താല്പര്യം പോലും നമുക്ക് നഷ്ടപ്പെടുത്തുന്നതാണ് നമ്മിലുണ്ടാകുന്ന ഓരോ തെറ്റുകളും എന്ന് നാം മനസ്സിലാക്കണം. അറുക്കുവാനും മുടിക്കുവാനും കൊല്ലുവാനുമാണ് പിശാച് വരുന്നത്. ഒന്നാമത് സാത്താൻ അറുക്കും. ദൈവവുമായി ബന്ധപ്പെടുത്തുന്ന ബൈബിൾ വായനയും പ്രാർത്ഥനയും ഇല്ലാതാക്കുവാൻ നമ്മെക്കൊണ്ട് ഏതുവിധേനയും സാത്താൻ പാപം ചെയ്യിക്കും. അതിനുശേഷം നമ്മെ തെറ്റുകളിൽ പെടുത്തി നമ്മുടെ ഹൃദയത്തിലെ വചനം അവൻ എടുത്തുകൊണ്ട് പോകും. മൂന്നാമതായി അവൻ നമ്മുടെ ആത്മാവിനെ ദൈവവുമായി സംസാരിക്കുവാൻ കഴിയാതെ വണ്ണം നമ്മുടെ ആത്മാവിന്മേൽ അധികാരം നടത്തും. നമ്മുടെ ആത്മാവിനെ നിർജീവമാക്കും. ആത്മമരണം അങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മെ ദൈവം സൗജന്യമായി വിളിച്ചു. ഒരു യോഗ്യതയും നമ്മെ വിളിക്കുവാൻ ദൈവം അന്വേഷിച്ചില്ല. വിളിച്ച ദൈവം നമ്മിൽ നിന്നും അന്വേഷിക്കുന്നത് വിശ്വസ്തതയാണ്. നാം വിശ്വസ്തരാകുന്നത് എങ്ങനെയെന്നാൽ വചനം വായിക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ടാണ്. നാം അപ്രകാരം ചെയ്യുന്നില്ലെങ്കിൽ നാം ദാവീദിനെ പോലൊരു ദിവസം നിലവിളിക്കേണ്ടി വരും. വലിയ പാപത്തിൽ വീണ് ദൈവ ഭവനത്തിന് പുറത്താകുമ്പോഴായിരിക്കും അത് സംഭവിക്കുന്നത്. ഇപ്പോൾ ദാവീദിന് ചില പ്രാർത്ഥനകൾ മാത്രമേയുള്ളൂ. നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കുകയാണമേ എന്ന് 51-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്തും, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് മടക്കിത്തരണമേ എന്ന് 51-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്തും ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. ദൈവിക സന്തോഷവും ആനന്ദവും നാം കേൾക്കണമെങ്കിൽ ഈ ലോക സന്തോഷവും ആനന്ദവും നാം ഉപേക്ഷിക്കണം. സൗജന്യമായി കാൽവരി ക്രൂശിൽ കൂടി നമുക്ക് ലഭിച്ച രക്ഷ നഷ്ടപ്പെടുവാൻ ഇടവരാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് തന്ന നല്ല മനസാക്ഷി തള്ളിക്കളയാതെയും രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടുത്താതെയും സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. രക്ഷയുടെ സന്തോഷം ഒരിക്കൽ നഷ്ടമായാൽ തിരികെ പ്രാപിക്കുവാൻ എളുപ്പമല്ലെന്ന് നാം ഓർക്കണം. അനേകരുടെ സ്നേഹം തടുത്തു പോവുകയും അനേകർ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ വിട്ട് ഓടുകയും ചെയ്യുമ്പോൾ യേശു നമുക്ക് തന്ന രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടുത്തിയവരാണ് അപ്രകാരം ചെയ്യുന്നതെന്ന് ഓർത്ത് പാപം ചെയ്ത് രക്ഷയുടെ സന്തോഷം നഷ്ടമാകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി നാം ജീവിക്കണം. അതിന് നാം ചെയ്യേണ്ടത് മാനസാന്തരപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം മുങ്ങുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ബൈബിൾ വായിച്ച് അതിൽ നാം അനുസരിക്കേണ്ട ദൈവകൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുക എന്നതാണ്. അപ്രകാരം കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നമുക്ക് ജ്യോതിഷികളെപ്പോലെ തിളങ്ങുകയും നിത്യജീവൻ അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.
എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ നിരാശരായിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് നിരാശ മാറ്റി കൊടുക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.